അനന്തമായ ഭക്തിയുടെയും അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ഭഗവാൻ ശിവന്റെ പ്രിയപ്പെട്ട കൂട്ടാളിയായ നന്ദിയുടെയും കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പണ്ട് ശിലാദൻ എന്നൊരു മുനി ജീവിച്ചിരുന്നു. ജ്ഞാനിയും ദയാലുവുമായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ ജീവിതം അപൂർണമായി തോന്നി. ഒരു കുട്ടിക്കു വേണ്ടി അദ്ദേഹം ആഗ്രഹിച്ചു. എന്നാൽ ഏതെങ്കിലും ഒരു കുട്ടിയല്ല, ഭഗവാൻ ശിവനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുട്ടി. ശിലാദൻ ധ്യാനിക്കാൻ തുടങ്ങി. ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ ശിവനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ആഗ്രഹം സഫലമാകുമെന്ന് പറഞ്ഞു. തുടർന്ന് ശിലാദൻ വർഷങ്ങളോളം ഭഗവാൻ ശിവനെ പ്രീതിപ്പെടുത്താൻ തപസ്സും യാഗങ്ങളും ചെയ്തു. ചിതലുകൾ അദ്ദേഹത്തിന്റെ ചുറ്റും കൂടുകൾ നിർമ്മിക്കുകയും അദ്ദേഹത്തെ തിന്നാൻ തുടങ്ങുകയും ചെയ്തു. മാംസത്തിന്റെ ഭൂരിഭാഗവും ചിതലുകൾ തിന്ന് അസ്ഥി മാത്രമായി. ശിലാദന്റെ ഭക്തിയിൽ പ്രസാദിച്ച ഭഗവാൻ ശിവൻ അദ്ദേഹത്തിന് ഒരു വരം നൽകി. കൈകൂപ്പി ഹൃദയം നിറയെ പ്രതീക്ഷയോടെ ശിലാദൻ മറുപടി പറഞ്ഞു, പ്രഭോ, എനിക്കൊരു കുട്ടിയെ നൽകി അനുഗ്രഹിക്കണം. ശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. അങ്ങനെ അദ്ദേഹം അപ്രത്യക്ഷനായി. അടുത്ത ദിവസം രാവിലെ ശിലാദൻ തന്റെ വയലിൽ ഉഴുകുമ്പോൾ ഒരു അത്ഭുതകരമായ കാഴ്ച അദ്ദേഹത്തെ കാത്തിരുന്നു. പ്രഭാത സൂര്യനെപ്പോലെ തിളക്കമുള്ള ഒരു കുട്ടി അദ്ദേഹത്തിനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആകാശത്തുനിന്ന് ഒരു ദിവ്യശബ്ദം മുഴങ്ങി, ശിലാദാ, ഈ കുട്ടിയെ കൊണ്ടുപോയി നന്നായി വളർത്തുക. സന്തോഷം കൊണ്ട് മതിമറന്ന ശിലാദൻ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയും നന്ദി എന്ന് പേരിടുകയും ചെയ്തു. ആദ്യകാലം മുതൽക്കേ നന്ദി ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശിവഭക്തി നക്ഷത്രങ്ങളെക്കാൾ തിളക്കമുള്ളതായിരുന്നു. ഒരു ദിവസം മിത്രനും വരുണനും എന്ന 2 മഹർഷിമാർ ശിലാദന്റെ വീട്ടിൽ അതിഥികളായെത്തി. നന്ദിയുടെ ആതിഥ്യം അവരെ സന്തോഷിപ്പിച്ചു. എന്നാൽ അവർ അവനെ അനുഗ്രഹിച്ചപ്പോൾ അവരുടെ മുഖങ്ങളിൽ ദുഃഖത്തിന്റെ ഒരു നിഴൽ വീണു. എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയ ശിലാദൻ മുനിമാരെ സമീപിച്ചു. നന്ദിക്ക് അധികകാലം ആയുസ്സില്ലെന്ന് അവർ സത്യം വെളിപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നു. എന്നാൽ നന്ദിയുടെ മറുപടി എല്ലാവരെയും സ്തബ്ധരാക്കി. അചഞ്ചലമായ വിശ്വാസത്തോടെ അവൻ പറഞ്ഞു, പിതാവേ, ഭയപ്പെടരുത്. ഭഗവാൻ ശിവൻ വിധി പോലും മാറ്റിയെഴുതാൻ കഴിയും. തന്റെ വിധി മാറ്റിയെഴുതാൻ ദൃഢനിശ്ചയം ചെയ്ത നന്ദി ഭുവന നദിയുടെ തീരത്ത് ശക്തമായ തപസ്സു തുടങ്ങി. അവന്റെ ഭക്തി അത്രയധികം ആഴമുള്ളതായിരുന്നു, അത് ഭഗവാൻ ശിവനെ തന്നെ അവിടെ എത്തിച്ചു. നന്ദി കണ്ണു തുറന്നപ്പോൾ കൈലാസനാഥനെ തനിക്ക് മുന്നിൽ കണ്ടു. വികാരഭരിതനായ നന്ദി തന്റെ ഒരേയൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു, പ്രഭോ, എനിക്ക് എന്നേക്കും അങ്ങയുടെ അരികിൽ നിൽക്കാൻ അനുവദിക്കണം. ശിവൻ അരുളി, ഇന്നുമുതൽ നീ ഒരു കാളയുടെ രൂപം കൈക്കൊള്ളും. എന്റെ നിത്യകൂട്ടാളി, എന്റെ കാവൽക്കാരൻ, എന്റെ ഗണങ്ങളുടെ നായകൻ. നാം ഒരുമിച്ച് കൈലാസത്തിൽ വസിക്കും. അങ്ങനെ നന്ദി ഭഗവാൻ ശിവന്റെ വിശ്വസ്ത വാഹനവും കൂട്ടാളിയും കാവൽക്കാരനുമായി മാറി. പൗരാണിക കഥകൾ കണ്ടതിന് നന്ദി. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഹൈന്ദവത്തിലെ കൂടുതൽ കാലാതീതമായ ഇതിഹാസങ്ങൾക്കായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത തവണ കാണാം.